ഒന്ന് ഒതുക്കി പിടിക്കാൻ പറയാം. ഇത്തിരി ഇറങ്ങി ഫോണൊക്കെ ഒന്ന് ഇറങ്ങി കിടക്ക താഴെ ഇരിക്കും. ആ മറ്റേ സ്റ്റാൻഡൊക്കെ ഒന്ന് സൈഡിലേക്ക് വെക്കണം രാജേഷ്. ആ സ്റ്റാൻഡ് താഴത്തേക്ക് വെച്ചാൽ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. എല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞിക്കാട്ടാ. പ്രശാന്ത് മോനെ ഇങ്ങോട്ട് തിരിഞ്ഞിക്ക. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങോട്ട് തിരി. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മോനെ ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കാൻ പറയും. മോനോട് ഇങ്ങോട്ട് തിരിയാൻ പറയും. അമ്മ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞ് കത്തിക്കാം. മോൻ കണ്ണൊന്ന് സൈഡിലേക്ക് അമ്മയെ കാണട്ടാ. ഓക്കെ അമ്മ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാ. ആ കുട്ടി മേഡത്തിൻ്റെ അടുത്തുനിന്നോളൂ. ഒന്നും ശ്രദ്ധിക്കാം. ഓക്കെ ആ ബാക്കിലേക്ക് മോളും ശ്രദ്ധിക്കാം. അമ്മ അങ്ങോട്ടും തിരിയാം അല്പം. മോള് ഒന്ന് തിരിഞ്ഞോളൂ കേട്ടോ. ആ യെസ് നല്ല സ്മൈലും ഫേസിലാ പറയും. യെസ് അടുത്താരാ? കണ്ണങ്ങോട്ട് തിരിഞ്ഞിട്ട് കേട്ടോ. കണ്ണങ്ങോട്ട് തിരിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട്. കണ്ണൻ ക്യാമറ ഇവിടെ ഇങ്ങോട്ട് തിരി. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയടാ. ആ അങ്ങോട്ട് തിരിഞ്ഞിട്ട്. ഓക്കെ ഓക്കെ യെസ് ഓക്കെ ഓക്കെ എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്തോളൂ. കട്ടിയല്ലേ? ഓക്കെ ഇനി അടുത്താരാ? സാറ് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിക്കോട്ടാ. സാറ് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. കാണാൻ വേണ്ടി ഫേസ് കാണാനാ. സാറിൻ്റെ ഫേസ് കാണട്ടെ. ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്. ഓക്കെ അമ്മ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഒരൽപ്പം. മാഡം മോളെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ അല്പം ഫേസ് കാണാനാണ്. ഓക്കെ മോനെ ക്യാമറ ഒന്ന് ഒതുക്കി പിടിക്കണം. നീ ആരാ? എല്ലാവരും പ്രമോദ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കട്ടെ. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. വിളക്കെല്ലാം അപ്പുറം നിന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം. ഇങ്ങോട്ട് രണ്ടുപേരും ഫേസ് കാണാനാണ്. മോളെ സൈഡിൽ നിന്നോളൂ. ഓ യെസ് മേഡം അടുത്ത് നിൽക്കുക. അവരടുത്ത് നിൽക്കുക. അമ്മ അവരെ കാര്യം നിൽക്കുന്നവരൊക്കെ അടുത്ത് നിൽക്കുക. ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞിട്ട്. ഓക്കെ ചിരിച്ചിട്ട്. ഓ യെസ് ആ റെഡി റെഡി റെഡി. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്ത് എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്ത്. യെസ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു പറഞ്ഞു. സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം.
ഇത്തിരി ബാക്കിലേക്ക് ഇറങ്ങുന്നു. എല്ലാവർക്കും നമസ്കാരം. ഷാൻജി ഇവിടെ എത്തിയില്ല. എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ വലിയൊരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമാണ്. അപ്പം അത് ഇന്നിവിടെ നടന്നു. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മേക്കപ്പ് ആർട്ടിസ്റ്റിലായിരുന്നു. അപ്പോൾ ഒരുപാട് കാലമായിട്ടുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾ. അപ്പോൾ നമ്മളെന്ത് പരിപാടി പറഞ്ഞാലും ആൾ അതിൽ നിങ്ങൾ പറയും ഞാൻ വരാൻ പറ്റുന്ന പറയാം. ഞങ്ങൾക്ക് എപ്പോഴും മടി ചോദിക്കുന്നത് ആളിങ്ങോട്ട് പറയുന്നത് താങ്ക്സ് ഫോർ യുവർ റെസ്പോൺസ്. പിന്നെ ഇത് ഈ ഒരു പ്ലാറ്റ്ഫോം ശരിക്കും ഞങ്ങൾ കുറേ 8 വർഷമായിട്ട് ശരിക്കും ഈ ബ്രൈഡൽ മേക്കപ്പ് രംഗത്തുണ്ട്. പക്ഷേ ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സത്യം പറയാലോ ഇത് നിത്യയുടെ എഫേർട്ടാണ്. ഓണസ്റ്റ്ലി സ്പീക്കിംഗ് ഒരു സാധാരണ പെൺകുട്ടിക്ക് ഇപ്പോൾ എന്താ പറയുക പഠിച്ചു കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു ജോലിയായിട്ട് ഒതുങ്ങുന്നതിന് പകരം സ്വന്തമായിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു എസ്റ്റാബ്ലിഷ്ഡ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ അവർക്ക് സാധിച്ചു. അവളുടെ ഒറ്റ എഫർട്ട് കൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് ശരിക്കും. അപ്പോൾ നിത്യപ്പോഴും പറയാനുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഇനി ഇതുപോലെ ഒരുപാട് പേരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു സംഭവമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ 100% ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഒരുപാട് ആൾക്കാർ ആസ്പിറേഷനായിട്ട് വരുന്നുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണം. അപ്പോൾ അവർക്ക് അറിയില്ല മേക്കപ്പ് ആർട്ടിസ്റ്റോ അതല്ലെങ്കിൽ സാരി ടൈപ്പിസ്റ്റോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളിലേക്ക് എത്തണമെന്നുള്ളത്. അതിനുള്ളൊരു പ്രോപ്പർ ഗൈഡൻസിനുള്ള ഒരു സംവിധാനം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള അല്ലെങ്കിൽ കേവലം കുറച്ച് ജ്വല്ലറി വിൽക്കാനുള്ള ഒരു സ്ഥാപനമായിട്ടല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇനി വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്താ പറയുക കൃത്യമായിട്ട് പലരും റീച്ച് വയ്ക്കാറുണ്ട്. എങ്ങനെയാണ് ഞങ്ങൾക്കൊരു റീച്ച് കിട്ടുക അല്ലെ എങ്ങനെയാണ് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് മാറാൻ പറ്റുക അതിലേക്കുള്ള ഒരു ചുവട്ടുപടിയുമായിട്ട് ആരൊക്കെ നമ്മുടെ മുന്നിൽ വരുന്നു അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ഗൈഡൻസും അവർക്കുള്ള ട്രെയിനിങ്ങും ഒക്കെയാണ് നമ്മളിനി കൊടുക്കാൻ പോകുന്നത്. അത് മിക്കവാറും കേസസിൽ എന്താ പറയുക നമ്മളങ്ങനെ ചാർജ് ചെയ്തിട്ടുള്ള ഇതൊന്നുമല്ല. ആഗ്രഹമുള്ളവരെ കണ്ടെത്തിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാനാണ് ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോം മെയിനായിട്ട് ചെയ്യുന്നത്. വന്ന എല്ലാവർക്കും നന്ദി. എല്ലാ യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ ഈ പ്രൊമോട്ടേഴ്സിനും നന്ദി. ബന്ധുക്കൾക്കും അതുപോലെ നാട്ടുകാർക്കും എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി. നാളെ 2 വർഷം പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം. ഇത് ഓക്കെ എല്ലാവർക്കും നമസ്കാരം. എന്നെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു നിത്യശേഷിയും പ്രമോദനെയും ഇവരുടെ നൈബേഴ്സായ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദുബായിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്ത മോഡൽസിനൊക്കെ അടിപൊളിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുള്ള 2 ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൊറോണ ആ ഒരു ഇൻ ബിറ്റ്വീൻ ടൈമിലാണ് നമ്മൾ പരിചയപ്പെട്ടത്. അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ്. കാരണം എന്നെ FB ഇൻസ്റ്റ ത്രൂ അവർ കോണ്ടാക്ട് ചെയ്യുകയും എന്നോടൊരു ഇഷ്ടം തോന്നി കോണ്ടാക്ട് ചെയ്ത് എനിക്കും ഒരു തവണ ഫസ്റ്റ് ഒരു ട്രയൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ജസ്റ്റ് വി ട്രൈഡ് ഒരു മേക്കപ്പ് ആൻഡ് എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മേക്കപ്പ് ചെയ്യുന്നതിലല്ലോ ലൈക്ക് ഭയങ്കര മൈന്യൂട്ടായിട്ട് മേ ബി കണ്ണെഴുതി ഐബ്രോ ഒന്ന് ചെയ്തു ലിപ് ഷെയ്ഡ് ഇട്ടു ജസ്റ്റ് ഹെയർ ഒന്ന് എന്തോ ചെയ്തിരുന്നു അത്രേ ചെയ്തിട്ടുള്ളൂ. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തൊട്ട് ടിൽ നൗ. ഇപ്പോൾ പ്രമോദേട്ടൻ പറഞ്ഞ പോലെ ഇവരായിട്ടൊന്നും എൻ്റെ അടുത്തൊന്നും ചോദിക്കലില്ല. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ആവശ്യം ഉള്ളപ്പോഴും ദേ ഹാവ് കം ഓടി വന്നിട്ട് എനിക്ക് എന്നെ റെഡിയാക്കി തരാറുണ്ട്. സോ എന്താ പറയുക അപ്പോൾ എനിക്ക് എൻ്റെ പരിപൂർണ സന്തോഷമാണ് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരിക എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇവരൊരു പ്രഷ്യസ് മൊമെന്റിൽ ഇത്രയും കാലമായിട്ട് മൈൻഡിൽ കൊണ്ടു നടന്ന് ഇന്നിപ്പോൾ അത് നടക്കുകയാണ്. ഇറ്റ്സ് ഹാപ്പനിങ് ടുഡേ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ എനിക്ക് ഉണ്ടാവുന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നു. സോ ഐ എം ഹിയർ ആൻഡ് ഓൾ ദി ഗുഡ് ലക്ക്. കാരണം ഇവരെ പറ്റി എടുത്ത് പറയുകയാണെങ്കിൽ ഈവൻ ഇഫ് ഇറ്റ് ഇസ് മേക്കപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് ഈ സ്ഥാപനം എന്ന് പറയുന്നത് ഇമിറ്റേഷൻ ജ്വല്ലറി ഓഫ് പ്രമോദ് ആൻഡ് നിത്യ ആണ്. അപ്പോൾ എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് അവരെ സ്റ്റെപ്പ് നമ്മൾ പല കാര്യങ്ങളും ചിലപ്പോൾ അത് കുഴപ്പമില്ല അത് ആരും അറിയില്ല അതങ്ങനെ വിട്ടോട്ടെ എന്ന്
ചിന്തിക്കുന്ന പോലും അതുപോലെ അവരെ ടേക്ക് കെയർ ചെയ്തിട്ട് ഇല്ല അങ്ങനെ പറ്റില്ല, അതും ഡീറ്റെയിൽഡ് ആയിട്ട് കറക്റ്റ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്നവരാണ്. സോ അത്രയും ക്വാളിറ്റിയിലും അത്രയും പ്രസന്റ് ചെയ്യുന്നത് ആരാണോ ഇവിടുന്ന് വാങ്ങുന്നത് കസ്റ്റമേഴ്സിന് അത്രയും മനോഹരമായിട്ട് അവർ അണിഞ്ഞ് അത് അവർക്ക് സംതൃപ്തി ആവണം എന്ന് കരുതുന്ന രണ്ടാൾക്കാരാണ്. സോ അത് എനിക്ക് യാതൊരു സംശയമില്ല. ഡെഫിനറ്റ്ലി എല്ലാവരും അത് അണിഞ്ഞ് നിങ്ങൾ ഇപ്പോൾ ഈവൻ നിത്യ ചേച്ചി പറഞ്ഞ പോലെ ഇന്ന് എനിക്ക് മാളുവിനെ റെഡി ആക്കിയിട്ട് ആസ്വദിക്കാനുള്ള ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് എനിക്ക് തോന്നുന്നു അത്രയും ഹാപ്പി ആയിരിക്കും ഇവിടുന്ന് വാങ്ങിയിട്ട് ഇറങ്ങി പോകുമ്പോൾ. അല്ലെങ്കിൽ നിത്യ ചേച്ചി ചെയ്ത മേക്കപ്പ് ആയാലും ഐ ഹാവ് സീൻ യുവർ പ്രൊഫൈൽ, അതുകൊണ്ട് പറയാം ദേ ആർ സോ ബ്യൂട്ടിഫുൾ ബ്രൈറ്റ്സ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഓൾ ദി ഗുഡ് ലക്ക്, എല്ലാവിധ ആശംസകളും. ഇനിയും ഡെഫിനറ്റ്ലി കൊച്ചിയിലേക്കൊക്കെ വരൂ, ഇമിറ്റേഷൻ ജ്വല്ലറി ആയിട്ട് അവിടെ ആവശ്യമാണ്. അപ്പോൾ കളക്ഷൻസ് കാണാനിരിക്കുക. ആൻഡ് പല നല്ല സ്ഥലങ്ങളിൽ നിന്ന് ജ്വല്ലറി ഇവര് ഓടി ട്രെയിനും ഫ്ലൈറ്റും ഒക്കെ എടുത്ത് ഒരുപാട് തേടി കണ്ടുപിടിച്ച ജ്വല്ലറി ഐറ്റംസ് ആണെന്ന് അറിയാം. ബോംബെ, സൂററ്റ്, ഗുജറാത്ത് ഒക്കെ ആയിട്ടല്ലേ ദി ബെസ്റ്റ് ദേ ഹാവ് ഗോട്ട് ഹിയർ. അപ്പോൾ മനോഹരമായിട്ടുള്ള അറേഞ്ച്മെന്റ്സും എല്ലാം കാണാനുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ടത് ഈ സിമ്പിളാണ്, എലിഫന്റ്. അതെന്താണ് ചൂസ് ചെയ്യാൻ കാരണം? നമ്മളുടെ കേരളത്തിന്റെയാണ്. ഗുരുവായൂർ എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ മനുഷ്യരുടെ റോഡിലിറങ്ങി കാണുന്ന പോലെ തന്നെ ആനയെ കാണാൻ ഉള്ള ഒരു ഏരിയ ആണ് അല്ലെ, ആനക്കൊട്ടയ്ക്ക് അടുത്താണ്. അപ്പൊ അതുകൊണ്ടാണോ ചൂസ് ചെയ്തത്? കേരളത്തിന്റെ ഇപ്പോഴും നമ്മളൊരു അഭിമാന ചിഹ്നമായിട്ടാണ് ഈ ആനനെ കാണുന്നത്. ഒരുപാട് ആനപ്രേമികളുണ്ട്, പക്ഷെ അതിനെ ദ്രോഹിക്കുന്നതിനപ്പുറം നമ്മളതിനെ ഒരു സിമ്പിൾ വിളിക്കായിട്ട് ഞാൻ ഒരുപാട് ആനയുടെ എലിഫന്റിന് വേണ്ടി ഡിസൈൻ ചെയ്തു. അപ്പോൾ എല്ലാവരും ആഫ്രിക്കൻ എലിഫന്റ് ഉണ്ട്. ഞാൻ ഒരുപാട് പൈസ പോയി. ഇപ്പൊ എന്റെ നാട്ടുകാരൻ ജയലാലിനോട് പറഞ്ഞു, ഞാൻ ഉത്സവത്തിലൊക്കെ വലിയ കമ്പളമാണ്, ഒറ്റയടിക്ക് ചെയ്തു തന്നിട്ടൊരു എംബിളാണ് ഇത്. ഇൻസ്പയർഡ് ഫ്രം സബ്യസാജി റോയൽ ബംഗാൾ ടൈഗർ. സബ്യസാജി കേരള സബ്യസാജി. എനിക്കും അതാണ് കണ്ടപ്പോൾ പെട്ടെന്ന് റിമൈൻഡ് ചെയ്തത്. ബട്ട് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഗാംഭീര്യത്തോടു കൂടെ തന്നെ തുടങ്ങി മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓൾ ദി ഗുഡ് ലക്ക് ചേട്ടാ. നിങ്ങളുടെ പ്യുവർ ഹേർട്ട് ഓഫ് ഗോൾഡ് പോലെ തന്നെ അങ്ങോട്ട് വളർന്ന് ഭയങ്കര പോട്ടെ. താങ്ക് യു മാഡം, താങ്ക്സ് ഫോർ യുവർ താങ്ക് യു സോ മച്ച്. എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അധികമൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ. ആൻഡ് മീഡിയാസ് ഓൾസോ എല്ലാവർക്കും നന്ദി കേട്ടോ. താങ്ക് യു. എല്ലാവരോടും ഒരു സിൻസിയർ അപ്പോളജി. കാരണം ഈ സ്റ്റോറ് ഇന്നലെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ട് കുറെ എന്താ പറയാ അറേഞ്ച്മെന്റ്സും കുറച്ചൊരു പ്രശ്നമായിരുന്നു. അതുപോലെ കളക്ഷൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല 100%. അപ്പോൾ സിൻസിയർ അപ്പോളജി ഒക്കെ വിത്തിൻ 1 വീക്ക് നമ്മളിതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് സ്റ്റോർ ആയിരിക്കും. എല്ലാ തരക്കാർക്കും ഏത് ബഡ്ജറ്റിലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോർ ആയിരിക്കും. അപ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യുക, എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.